നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാര്യയെയും 2 മക്കളെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച ഭർത്താവ്. പത്തനംതിട്ട കോന്നിയിലാണ് സംഭവം. അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് പെട്രോൾ ഒഴിച്ച് ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്താൻ പ്രതി ശ്രമിച്ചത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടമാൻകോട് തിങ്കൾക്കരികം കുഴവിയോട് സുജിത് ഭവനം വീട്ടിൽ കെ സുജിത്താണ് പിടിയിലായിരിക്കുന്നത്. 34 വയസ്സുകാരനാണ് ഈ ക്രൂരത ഭാര്യയോടും മക്കളോടും ചെയ്തിരിക്കുന്നത്. ഭാര്യയായ കുളത്തുപുഴ സ്വദേശിയുമായി സുജിത്ത് 2 വർഷമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു. യുവതിയും മക്കളും താമസിക്കുന്ന മറ്റൊരു വീട്ടിലേക്ക് എത്തിയ പ്രതി കതകു തുറക്കാൻ ആക്രോശിച്ചു. എന്നാൽ യുവതി ഇയാളെ ഭയന്ന് വാതിൽ തുറന്നില്ല. ഇതോടെ പിറ്റേന്ന് പുലർച്ചെ 1-ന് ഇയാൾ വീണ്ടും എത്തി. മുറ്റത്ത് കിടന്ന മൺവെട്ടി കൊണ്ട് അടുക്കള വാതിൽ പൊളിച്ച് ഉള്ളിലേക്ക് കടന്നു. ഇയാളുടെ കൈവശം ചുറ്റികയും ലൈറ്ററും പ്ലാസ്റ്റിക് കുപ്പിയിൽ പെട്രോളും ഉണ്ടായിരുന്നു. ആദ്യം ചുറ്റിക കൊണ്ട് ജനലിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു. രേഷ്മയും മക്കളും ഉറങ്ങിക്കിടന്ന മുറിയിൽ കയറി കൊല്ലുമെന്ന് പറഞ്ഞു. അവരുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നാലെ കൂട്ട നിലവിളി ഉയരുകയും തലനാരിഴയ്ക്കാണ് ഈ ഒരു അപകടത്തിൽ നിന്ന് കുടുംബം രക്ഷപ്പെടുകയും ചെയ്തത്. രേഷ്മയുടെ പരാതി മൊഴി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇൻസ്പെക്ടർ പി ശ്രീജിത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. രേഷ്മയ്ക്കും സുജിത്തിനും 3 മക്കളാണ്. യുവതിക്ക് വീട്ടുജോലിയാണ്. ശാസ്ത്രീയ അന്വേഷണ സംഘവും വിരലടയാള വിദഗ്ധരുമെത്തി തെളിവുകൾ ശേഖരിച്ചു. പെട്രോൾ നിറച്ച കുപ്പിയും ലൈറ്ററും ചുറ്റികയും പോലീസ് ഈ ഒരു സംഭവ സ്ഥലത്ത് നിന്നും, അതായത് ഈ വീട്ടിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തു. മൺവെട്ടിയും കണ്ടെത്തുകയും ചെയ്തു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. തുടർന്ന് കുളത്തുപുഴയിൽ പ്രതി ഉണ്ട് എന്ന വിവരം പോലീസിന് കിട്ടുന്നു. പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അവിടെ എത്തി കുളത്തുപുഴ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. എന്തായാലും അതിക്രൂരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യമെന്ന് കരുതുന്നു. അവിഹിത ബന്ധം അല്ലെങ്കിൽ ഇത്തരത്തിൽ സംശയമൊക്കെ കുടുംബജീവിതത്തിൽ ഒരുപാട് താളങ്ങൾ തെറ്റിക്കാറുണ്ട്. അത്തരത്തിൽ ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു ക്രൂരത ചെയ്യാൻ തുനിഞ്ഞൊരു വ്യക്തി ഇവർക്കൊപ്പം എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യങ്ങളടക്കം ശക്തമാണ്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വയനാട് തിരുനെല്ലിയിൽ നടന്ന കൊലപാതകം. യുവതിയെ ലിവിംഗ് ടുഗദർ പങ്കാളി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രതിയെ അതിസാഹസികമായി പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. പിടിയിലായപ്പോൾ തന്നെ പ്രവീണ തൻ്റെ ജീവിതം തകർത്തു, എന്നിട്ട് കുട്ടികളുമായി കടന്നു കളയാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ പ്രവീണയ്ക്കെതിരെ ഇയാൾ ചൊരിഞ്ഞിരുന്നു. എൻ്റെ കുടുംബം എല്ലാം പോയി, എന്നിട്ടാണ് അവൾ എന്നെ വിട്ടിട്ട് പോയത് എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്താനായത് പ്രതി യുവതിയുടെ ബന്ധുവായ ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ്. പ്രതിക്കെതിരെ പോലീസ് പോക്സോ കേസും ചുമത്തി. പ്രതിക്കെതിരെ കൊലപാതക ശ്രമം, പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. യുവതിയുടെ 9 വയസ്സുകാരി മകളെ തട്ടിക്കൊണ്ടുപോയതിന് കേസെടുത്തു. പ്രതി കുറ്റസമ്മതം നടത്തി. ഇയാളെ ഇന്ന് കൽപ്പറ്റ പോക്സോ കോടതിയിൽ ഹാജരാക്കും. അതായത് ലിവിംഗ് ടുഗദർ ബന്ധമായിരുന്നു. ഇതിനിടയിൽ തൻ്റെ പങ്കാളിയെ ഇയാൾ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ആ കൊല്ലപ്പെട്ട പ്രവീണയുടെ 2 പെൺമക്കൾ, അതിൽ മൂത്ത പെൺകുട്ടിയെയും ഇയാൾ ഉപദ്രവിക്കുന്നു. ഇളയ പെൺകുട്ടിയുമായി അയാൾ ഈ സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു കളയുന്നു. പിന്നാലെ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, അതിനൊടുവിൽ പ്രതിയെയും കുട്ടിയെയും കണ്ടെത്തുന്നു വനമേഖലയിൽ നിന്നും. അരുങ്കൊലയിലേക്ക് നയിച്ചത് ലിവിംഗ് ടുഗദർ ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് തിരുനെല്ലി ചേകാടിയിൽ താമസിക്കുന്ന യുവതി കൊല്ലപ്പെട്ടത്. ഇവരോടൊപ്പം കഴിഞ്ഞിരുന്ന ദിലീഷാണ് കൊലപാതകം നടത്തിയത്. ശേഷം യുവതിയുടെ മൂത്ത കുട്ടിയെ വെട്ടിയ പ്രതി ഇളയ കുട്ടിയുമായി കടന്നു കളഞ്ഞു. രാത്രി മുഴുവൻ നീണ്ട തിരച്ചിലിനൊടുവിൽ തിങ്കളാഴ്ച രാവിലെയോടെയാണ് ദിലീഷിനെയും കുട്ടിയെയും കണ്ടെത്തിയത്. ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന ഇവർ മക്കൾക്കൊപ്പമാണ് ചേകാടിയിൽ താമസിച്ചത്. കഴുത്തിനും ചെവിക്കും വെട്ടേറ്റ മൂത്ത മകളെ വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇളയ കുട്ടി ആക്രമണം കണ്ടു ഭയന്നു. കുട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വഴിതെറ്റി വനത്തിൽ അകപ്പെട്ടതായിരിക്കാം എന്നായിരുന്നു പ്രാഥമിക നിഗമനം. ഇരുവരെയും കണ്ടെത്തിയത് കൊലപാതകം നടന്ന വീടിന് മീറ്ററുകൾക്കപ്പുറത്ത് വനമേഖലയോട് ചേർന്നുള്ള ഒരു ഒഴിഞ്ഞ വീട്ടിൽ നിന്നാണ്. ദിലീഷ് കുട്ടിയെ ഇവിടെ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. സാഹസിക നീക്കങ്ങൾക്കൊടുവിൽ പോലീസ് കുട്ടിയെ രക്ഷപ്പെടുത്തി. തിരുനെല്ലി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം കുട്ടിയെ പ്രാഥമിക ചികിത്സ നൽകുന്നതിനായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. പോലീസ് ഇൻക്വസ്റ്റ് നടപടിയൊക്കെ പൂർത്തിയാക്കിയിരുന്നു. സംഭവം അറിഞ്ഞ് തിരുനെല്ലി ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ, അതായത് കുട്ടിയെ കാണാതായതിന് പിന്നാലെ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് ഞായറാഴ്ച രാത്രി തന്നെ പരിസര പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തിയിരുന്നു. ഡ്രോൺ അടക്കം എത്തിച്ചായിരുന്നു കുട്ടിക്കായുള്ള തിരച്ചിൽ കഴിഞ്ഞ ദിവസം നടത്തിയത്. ഈ യുവതിയെ കൊലപ്പെടുത്താനുള്ള കാരണം സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളൊന്നും ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്.
മറ്റൊരാളെയാണ് യുവതി ആദ്യം വിവാഹം കഴിച്ചത്. ഇയാളുമായി അകന്നതിന് ശേഷമാണ് ദിലീഷുമായി ഒരുമിച്ച് താമസിക്കുന്നത്. അടുത്തിടെ ദിലീഷുമായി യുവതി അകലാൻ തുടങ്ങിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് സംശയിക്കുന്നത്. എന്തായാലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ദിലീഷിന് സംശയരോഗമുണ്ടായിരുന്നുവെന്നും സൂചനയുണ്ട്. ഞായറാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയ ദിലീഷ് 7 മണിയോടെ ആയുധം ഉപയോഗിച്ച് യുവതിയെ ആക്രമിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയ മൂത്ത മകൾ പരിസരവാസികളെ സംഭവം അറിയിച്ചതോടെയാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത്. ഇടയൂർക്കുന്ന് സ്വദേശി പ്രവീണയാണ് കൊല്ലപ്പെട്ടത്. പീലക്കാവ് സ്വദേശിയാണ് പ്രതി ദിലീഷ്. ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയ പ്രവീണ ഇതിനുശേഷം ദിലീഷിനൊപ്പമാണ് താമസിച്ചിരുന്നത്. കൊലപാതക കാരണം എന്താണ് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ട് ഈ ഒരു പ്രവീണ ഇയാളിൽ നിന്നും വേർപിരിയാൻ അല്ലെങ്കിൽ ഇയാളെ വിട്ടിട്ട് പോകാൻ തുനിഞ്ഞു എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. ഈ ബന്ധുവായ പെൺകുട്ടിയെ അയാൾ പീഡിപ്പിച്ചു എന്ന വിവരം അറിഞ്ഞതുകൊണ്ടാണോ ഇത്തരത്തിൽ ഈ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ പ്രവീണ ശ്രമിച്ചത്? പ്രത്യേകിച്ച് 2 പെൺമക്കളാണ്. പെൺമക്കളെയും കൊണ്ട് ഇത്തരത്തിലൊരു വ്യക്തിയോടൊപ്പം എങ്ങനെ ജീവിക്കും എന്നതടക്കമുള്ള ആശങ്ക പ്രവീണയെ വേട്ടയാടിയിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങളും ശക്തമാകുന്നുണ്ട്. മാത്രമല്ല, ഈ മൂത്ത കുട്ടിയെ ഇയാൾ ആക്രമിക്കുകയും ചെയ്തു. 14 വയസ്സുകാരി മാനന്തവാടിയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കനത്ത മഴ ആയതുകൊണ്ട് തന്നെ ഇളയ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലൊക്കെ വളരെ ദുഷ്കരമായിരുന്നു. പക്ഷേ ഒരുപാട് മണിക്കൂറുകൾ നീണ്ടു നിന്ന തിരച്ചിലുകൾക്കൊടുവിൽ ആ കുട്ടിയെ ജീവനോടെ കണ്ടെത്താനായി എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യം തന്നെയാണ്. വാഗേരി അപ്പപ്പാറയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇരുവരും. ആക്രമണത്തിനിടെ കുട്ടി ഓടി രക്ഷപ്പെട്ടതാണോ, ദിലീഷ് കുട്ടിയുമായി കടന്നു കളഞ്ഞതാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമായിരുന്നു. പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കുട്ടിയുമായി പ്രതി കടന്നു കളയുകയായിരുന്നു, വനമേഖലയിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമായി മാറിയിരിക്കുകയാണ്. വനത്തോട് ചേർന്നുള്ള പ്രദേശമാണ് അപ്പപ്പാറ. ഈ മേഖലയിലാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ഡ്രോൺ അടക്കം എത്തിച്ച് പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിനിടെയാണ് കുട്ടിയെയും പ്രതിയെയും കഴിഞ്ഞ ദിവസം രാവിലെയോടെ കണ്ടെത്തിയത്. അമ്മയെ കുത്തിക്കൊന്നതോടെ ആശങ്കയിലായ മൂത്ത കുട്ടി അടുത്തുള്ള വീട്ടിലേക്ക് പോയത് അനുജത്തെ ശുചിമുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ്. തിരിച്ചെത്തിയ മൂത്ത കുട്ടിക്ക് ഇളയ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ശുചിമുറിയുടെ വാതിൽ തകർത്ത അവസ്ഥയിലായിരുന്നു. ഇവിടെ നിന്ന് ഈ കുട്ടിയുമായി ദിലീഷ് സ്ഥലം വിടുകയായിരുന്നു. എന്തായാലും ദിലീഷ് കുട്ടിയുമായി വനമേഖലയിൽ പോയി ഒളിച്ചിരുന്നു. പോലീസ് അതിസാഹസികമായി പ്രതിയെ പിടികൂടിയ സമയത്ത് അവളെൻ്റെ ജീവിതം തകർത്തിട്ട് കുട്ടികളുമായി പോകാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള പ്രതികരണമാണ് പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീടാണ് നടക്കുന്ന വിവരങ്ങൾ ഓരോന്നായി കണ്ടെത്തിയിരിക്കുന്നത്. പ്രതി ഇപ്പോൾ പോക്സോ കേസിൽ കൂടി പ്രതിയായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നടക്കുന്ന സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.